കെരാറ്റിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സംശയമാണ്. അപ്പോൾ കെരാറ്റിൻ ചെയ്യുന്ന സമയത്ത് ക്രീമുകളുടെ വില എത്രയാണെന്ന് നിങ്ങൾ എപ്പോഴും വിളിച്ച് ചോദിക്കാറില്ലേ? കെരാറ്റിൻ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എത്ര രൂപ കെരാറ്റിന് വേണ്ടിയിട്ട് മുടക്കണം, കുറഞ്ഞ രീതിയിലുള്ള കെരാറ്റിൻ ഉണ്ടോ, ഇത്തരം സംശയങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. ഓക്കെ, ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പല തവണകളായിട്ട് നമ്മൾ കെരാറ്റിനെ കുറിച്ചിട്ടുള്ള ഒത്തിരി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, എത്ര പറഞ്ഞിട്ട് സംശയം തീരണ്ട, എന്നും സംശയമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്നുകൂടി എന്താ പറയുക, ഉപയോഗിക്കുന്ന ആൾക്കും അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് മേടിച്ചിട്ട് സലൂണിൽ ഉപയോഗിക്കുന്നവർക്കും ഒരു എൻഡ് യൂസേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ ഇതിൻ്റെ കാര്യങ്ങൾ മൊത്തത്തിലൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. മെയിൻലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ വീഡിയോകൾ കണ്ടതിന് ശേഷം ഒത്തിരി ആളുകൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സലൂണാണ് എന്ന് കരുതി ഒത്തിരി ആളുകൾ വിളിക്കുന്നുണ്ട്. അവരോടായിട്ട് ആദ്യം പറയാനുള്ളത്, ഞങ്ങൾ ഒരു സലൂണല്ല, സലൂണിലേക്കുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്യും. ബ്യൂട്ടി പാർലർ തുടങ്ങാൻ ആവശ്യമായ A to Z ഫർണിച്ചർ, കോസ്മെറ്റിക്സ്, ബ്യൂട്ടി എക്യുപ്മെൻറ്റ്സ് എല്ലാം കൂടി സപ്ലൈ ചെയ്യുന്ന ഒരു ഷോപ്പാണ് മിഡാസ് ബ്യൂട്ടി മാർട്ട് കൊച്ചി എന്ന് പറയുന്നത്. അതിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മാത്രമാണ് മിഡാസ് ബ്യൂട്ടി ലാബ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഹെയർ കട്ടിന് വേണ്ടിയിട്ടോ ഫേഷ്യലിന് വേണ്ടിയിട്ടോ എന്നെ വിളിക്കരുത്, വിളിച്ചിട്ട് കാര്യമില്ല. അതേ സമയത്ത് നിങ്ങൾക്ക് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്നെ വിളിക്കാം. എന്നെ ഇപ്പോൾ കുറേ ആളുകൾ വിളിച്ചിട്ടുണ്ട് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്കും. അതൊക്കെ ഞാൻ അതാത് മേഖലകളിലുള്ള നമ്മുടെ കസ്റ്റമേഴ്സിന് കൈമാറിയിട്ടുണ്ട്, അതനുസരിച്ച് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കെരാറ്റിൻ്റെ കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ പലർക്കും ഉള്ളൊരു സംശയം എന്താ വെച്ചാൽ, എന്തിനാണ് കെരാറ്റിൻ എന്നുള്ളത് എന്നെ വിളിച്ചു ചോദിക്കുന്ന പലർക്കും അറിയില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് കെരാറ്റിൻ എന്നുള്ളത് ഏറ്റവും ആദ്യം പറയാം. കാരണം കെരാറ്റിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്. നമ്മുടെ നഖത്തിലും പല്ലിലും തലമുടിയിലൊക്കെ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ്. അപ്പോൾ ആ കെരാറ്റിൻ നമ്മുടെ മുടിയിൽ നിന്നും കൊഴിഞ്ഞു പോകുന്നതനുസരിച്ച് നമ്മുടെ മുടിക്ക് എന്താ പറയുക, ഫ്രിസ്നെസ്, ഡാമേജ്, മുടി ഇങ്ങനെ ശോഷിച്ച് പോവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മാത്രമാണ് കെരാറ്റിൻ. അല്ലാതെ അത് സ്ട്രെയിറ്റനിങ്ങിനോ സ്മൂത്തനിങ്ങിനോ പകരമല്ല. അതാണ് നിങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്. പലരും വിചാരിച്ചിരിക്കുന്ന സ്ട്രെയിറ്റ് ചെയ്യണതിന് പകരം കെരാറ്റിൻ ചെയ്താൽ മതി എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഒരിക്കലും സ്ട്രെയിറ്റനിങ്ങിനോ സ്മൂത്തനിങ്ങിനോ പകരമല്ല. മറിച്ച് നിങ്ങളുടെ മുടി ഡാമേജ് ആവുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മുടി ഇപ്പോൾ ഫ്രിസ്നെസ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മുടിക്ക് എന്താ പറയുക സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ, അതൊക്കെ നമുക്ക് മാറ്റി വെച്ചുകൊണ്ട് മുടി നന്നായിട്ട് പരിരക്ഷിക്കാനും നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പത്തിനും വേണ്ടിയിട്ട്, ഒരു വൃത്തിക്കും മെനക്കും കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ്. അതൊരിക്കലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്ട്രെയിറ്റനിങ്ങിനോ സ്മൂത്തനിങ്ങിനോ പകരമല്ല. ഇനി അതേ സ്ഥാനത്ത് നമ്മൾ കെരാറ്റിൻ ചെയ്താൽ മുടി സ്ട്രെയിറ്റ് ആവില്ലേ? സ്ട്രെയിറ്റ് ആവും. സ്മൂത്തനിങ് ആവില്ലേ? ആവും. അപ്പോൾ അതുകൂടി അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് വരുന്നതാണ്. പക്ഷേ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇനി ചില ആളുകളുണ്ട്, എനിക്ക് കെരാറ്റിൻ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ മുടിയുടെ സ്പ്ലിറ്റൻസും ഇതൊക്കെ മാറണം, അതിനുവേണ്ടി കെരാറ്റിൻ ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു ഡിമാൻഡാണ്, എനിക്കിത് ചെയ്യണം, പക്ഷേ എൻ്റെ മുടി ഇങ്ങനെ ഒട്ടി സ്ട്രെയിറ്റായിട്ട് കിടക്കാൻ പാടില്ല. ക്ലിയർ അല്ലേ? അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാനുള്ളത്? ആമസോൺ സീരീസ് എന്ന് പറയുന്ന കമ്പനിയുടെ, ഇതൊരു US കമ്പനിയാണ്, അവരുടെ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് സിസ്റ്റീൻ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെഗ്മെൻറ്റ് വരുന്നുണ്ട്. ഇതാണ് നമുക്ക് നമ്മുടെ ഹെയർ ടെക്സ്ചർ മാറാതെ എന്നാൽ നമ്മുടെ ഹെയറിനുള്ള ഡാമേജൊക്കെ പരിഹരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന സെഗ്മെൻറ്റിലുള്ള ഒരേ ഒരു സാധനം ഇതാണ്. അപ്പോൾ ഞാൻ ഈ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മളിവിടെ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അത് ഡിഫാബുലസ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയുടെ ബ്രാൻഡുകളായിട്ടുള്ള ആമസോൺ സീരീസ്, ഡിയോറ, സാപ്പ്, അങ്ങനെ കുറേ ബ്രാൻഡുകളുണ്ട്. അതിലിപ്പോൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യയിൽ മൊത്തം അവർ മെയിൻലി ചെയ്യുന്നതുമായ 2 സാധനങ്ങളാണുള്ളത്. ഒന്ന് ആമസോൺ സീരീസ്, മറ്റൊന്ന് കെരാഫ്യൂഷൻ. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം കൂടി ഞാൻ പറയാം. മെയിൻ വ്യത്യാസം ഇതാണ്, ഞാൻ നേരത്തെ പറഞ്ഞ ഇത് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ക്രീമാണ്. കെരാഫ്യൂഷൻ എന്നാണ് പേര്.
ഡിഫാബുലസ് ആമസോൺ സീരീസിൻ്റെ ഡിഫാബുലസിൻ്റെ കെരാഫ്യൂഷൻ എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിൽ വരുന്നതാണ്. ഇത് നമ്മൾ ഇനിയിപ്പോൾ എത്ര കേളി ഹെയർ ആയിക്കോട്ടെ, എത്ര സ്ട്രെയിറ്റ് ഹെയർ ആയിക്കോട്ടെ, എങ്ങനെയുള്ള ഹെയർ ആയിക്കോട്ടെ, ഫുള്ളി സ്ട്രെയിറ്റ് ലുക്കേ കിട്ടും. ഓക്കെ, ഇതാണ് ഈ ക്രീമിൻ്റെ പ്രത്യേകത. ഇത് 1 ലിറ്റർ 21,000 ഇതിൻ്റെ വില. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പലരും എന്നെ വിളിച്ചിട്ട് കെരാറ്റിൻ്റെ ക്രീം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതിങ്ങനെ ഒരു സാധനം കൊണ്ടുപോയാൽ നിങ്ങൾക്കൊന്നും ചെയ്യാനും പറ്റില്ല. ഈ വില കേട്ട് കഴിയുമ്പോൾ തന്നെ ആർക്കും സിംഗിളായിട്ട് ഇത് മേടിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. ഇത് ഏകദേശം ഒരു 20 പേരുടെ ഹെയർ ചെയ്യാനുള്ള ക്രീമുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ആമസോൺ സീരീസിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റിൽ വരുന്നതാണിത്. ഇത് നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ മാറില്ല, പക്ഷേ നമ്മൾ ഈ ചെയ്യുന്ന നമ്മുടെ മുടിക്കുള്ള ഡാമേജ്, അതായത് ഫ്രിസ്നെസ്, അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് ഒക്കെ മാറിയിട്ട് മുടി നമുക്ക് മാനേജ് ചെയ്യാനും സ്റ്റൈൽ ചെയ്യാൻ സിമ്പിളാക്കാൻ കഴിയുന്നതുമായ രീതിയിലേക്ക് മാറ്റുന്നതിന് ഉള്ള ഒരു ക്രീമാണിത്. ഈ 2 സെഗ്മെൻറ്റാണ് വരുന്നത്. അത് മെയിൻലി ഒന്ന് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ സിസ്റ്റീൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. മറ്റൊന്ന് കെരാറ്റിൻ എന്ന് പറയുമ്പോൾ ചിലരൊക്കെ ബ്രസീലിയൻ ബ്ലോനട്ട്, അതല്ലെങ്കിൽ പലരും പറയുന്ന പേരുകളാണ് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ്, ബ്രസീലിയൻ ബ്ലോനട്ട്, അല്ലെങ്കിൽ ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ ഓരോ ബ്രാൻഡ് അനുസരിച്ച്. അതുപോലെ തന്നെ GK, ഇതൊക്കെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്താലും മുടി ഫുൾ സ്ട്രെയിറ്റ് ലുക്കാണ് കിട്ടുക. എത്ര കേളി ഹെയർ ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, ഫുൾ സ്ട്രെയിറ്റ് ലുക്ക് കിട്ടും. നേരെ മറിച്ച് നിങ്ങൾക്ക് മുടിയുടെ ആ ഒരു ടെക്സ്ചർ മാറണ്ട, നിങ്ങളുടെ മുടി എങ്ങനെ ഇരിക്കണം അതുപോലെ തന്നെ ഇരുന്നാൽ മതി. ചെറിയൊരു സ്മൂത്തനിങ് എഫക്റ്റായിട്ട് നിങ്ങളുടെ മുടിയുടെ ഡാമേജും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഇതാണ് ഉപയോഗിക്കേണ്ടത്. ഈ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് ഈ ക്രീം മാത്രം പോരാ. നമ്മൾ മുടി ആദ്യം തന്നെ വാഷ് ചെയ്യുന്നതിനായിട്ട് പ്യൂരിഫിക്കേഷൻ എന്ന് പറയും. ഇതാണ് അവരുടെ ഡീപ്പ് ക്ലെൻസിങ് അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ ഷാമ്പു. അതായത് നമ്മുടെ മുടിയിലുള്ള ഓയിൽ കംപ്ലീറ്റ്, നമ്മുടെ സ്കാൽപ്പിലും മുടിയിലുമുള്ള ഓയിൽ കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് വേണം നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഷാമ്പു വളരെ അത്യാവശ്യമാണ്. അതിന് വേറെ ഏതെങ്കിലും ഷാമ്പു പോരെ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, ട്രീറ്റ്മെൻറ്റ് ഫെയിലായി പോവും. അപ്പോൾ അത് ഈ പറയുന്ന ഡീപ്പ് ക്ലെൻസിങ് ഷാമ്പു ഇതിൻ്റെ തന്നെ, ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് 1/2 ലിറ്ററാണ്. ഇതിൻ്റെ വില വന്നിട്ട് 1530 എനിക്ക് തോന്നുന്നു. ഈ റീസെൻ്റ്ലി റേറ്റ് ചേഞ്ച് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ 1 ലിറ്റർ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. 1 ലിറ്റർ എനിക്ക് തോന്നുന്നു എന്തോ 2800 അങ്ങനെ എന്തോ റേറ്റ് വരും. ഓക്കെ, അപ്പോൾ ഈ ഷാമ്പു അത് നമ്മൾ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും കെരാഫ്യൂഷൻ ചെയ്താലും ഉപയോഗിക്കുന്ന ഷാമ്പു ഒന്ന് തന്നെയാണ്, ഈ ഷാമ്പു തന്നെയാണ്. അപ്പോൾ കെരാഫ്യൂഷൻ്റെ ഇതെടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ കൂടെ തന്നെ വേണം. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്രീം അപ്ലൈ ചെയ്യും. നമുക്ക് ഫുള്ളി സ്ട്രെയിറ്റ് ലുക്കാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ ക്രീമാണ് അപ്ലൈ ചെയ്യുക. ഇനി അതല്ല, നമുക്ക് സ്ട്രെയിറ്റ് ലുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ക്രീമാണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ കസ്റ്റമറുടെ ഏതാണോ ആവശ്യം, അവർക്ക് ചിലപ്പോൾ ടെക്സ്ചർ മാറേണ്ടതാണെങ്കിൽ നമുക്ക് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യാം. അതല്ല സ്ട്രെയിറ്റ് ലുക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കെരാഫ്യൂഷൻ സജസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സലൂണിലേക്ക് നമ്മുടെ കസ്റ്റമർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോയിട്ട് പിറ്റേ ദിവസം വാഷ് ചെയ്യാൻ വന്ന സമയത്ത് നമുക്ക് വാഷ് ചെയ്യാനുള്ള ഷാമ്പു ആണ് ഈ കാണുന്നത്. ഡിഫാബുലസിൻ്റെ റിവൈവർ ഹെയർ റിപ്പയർ കണ്ടീഷണർ. ഇത് കണ്ടീഷണറാണ്, സോറി. ആദ്യം ഷാമ്പു 1 ലിറ്റർ ആണ് റിവൈവർ ഹെയർ റിപ്പയർ ഷാമ്പു, ദെൻ റിവൈവർ ഹെയർ റിപ്പയർ കണ്ടീഷണർ. ഇത് രണ്ടിൻ്റെയും വില 3450 രൂപയാണ്. സോറി, 420 രൂപ. ഇത് രണ്ടിൻ്റെയും ഒരേ വില തന്നെയാണ്, 3420 രൂപ. അപ്പോൾ നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ഈ ക്രീമുകളുടെ വ്യത്യാസം മാത്രമേ വരുള്ളൂ. അതായത് നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്ന ഏതാണ്, പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ആണോ ഇതാണോ നോക്കിയിട്ടുള്ള ക്രീമിൻ്റെ വ്യത്യാസം മാത്രമേ വരുള്ളൂ. നമ്മൾ മുൻകൂർ ഉപയോഗിക്കുന്ന ഷാമ്പു, പ്യൂരിഫിക്കേഷൻ ഷാമ്പു, അതുപോലെ തന്നെ ശേഷം ഉപയോഗിക്കുന്ന ഷാമ്പുവും കണ്ടീഷണറും 2 ട്രീറ്റ്മെൻറ്റിനായാലും സെയിം തന്നെയാണ്. അതിനുശേഷം മിക്ക കമ്പനികൾക്കും സിറമാണ് വരുന്നത് എങ്കിലും ആമസോൺ സീരീസിന് വരുന്നത് ഓയിലാണ്. അസായി ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമാണ് വരുന്നത്. ബെറീസ് ഓയിലാണത് കാണുന്നത്. ഈ ബെറീസ് ഓയിൽ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇത് 1 ലിറ്ററിൻ്റെ ഒരു ഫുൾ സെറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം 38,000 രൂപയോളം വരും. അത് നമ്മുടെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല. 1 ലിറ്റർ വരുന്ന ഒരു കിറ്റിന്
38,000 രൂപയോളം നിങ്ങൾക്ക് വില വരും.